കളിക്കവളിയിൽ നിന്നും ദാരുണമായ ഒരു സംഭവം, ഒരു ബ്രേക്കിംഗ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. വ്യവസായിയായ ദീപു എന്ന 46-കാരൻ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം കളിക്കവളയ്ക്ക് സമീപം പെട്രോൾ പമ്പിന് സമീപത്തായി കാറിൽ കൊല ചെയ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രി 10 മണിക്കും 10:30ക്കും ഇടയിലാണ് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കളിക്കവള പോലീസാണ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നത്. അദ്ദേഹം ഇന്നലെ മലയൻകീഴിലെ വസതിയിൽ നിന്നും JCBയുടെ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി, അതിൻ്റെ സ്പെയർ പാർട്സ് വാങ്ങുന്നതിന് വേണ്ടി തമിഴ്നാട്ടിലേക്ക് പോയി എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. 10 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ വാഹനത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാനേജർ ഇന്നലെ 10 ലക്ഷം രൂപ ഈ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഏൽപ്പിച്ചു, ബാങ്കിൽ നിന്നും വിഡ്രോ ചെയ്ത് ഏൽപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കാശുമായി തമിഴ്നാട്ടിലേക്ക് പോയ ദീപു കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം മലയൻകീഴ് സ്വദേശിയാണ്. സ്വന്തം നാട് കരമനയാണെങ്കിലും കഴിഞ്ഞ 10 വർഷമായി മലയൻകീഴ് പെട്രോൾ പമ്പിന് സമീപത്ത്, അതായത് കൃത്യമായി പറഞ്ഞാൽ മണിയറവിള എന്ന സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുകയായിരുന്നു. വ്യവസായിയാണ്. ക്രഷ് യൂണിറ്റ്, അതായത് മലയത്ത് അദ്ദേഹത്തിന് ഒരു ക്രഷ് യൂണിറ്റ് സ്വന്തമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് ആരംഭിച്ച ക്രഷ് യൂണിറ്റ് അത് കുറേ കാലമായി അടഞ്ഞുകിടക്കുകയായിരുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് 1-ാം തീയതി ആരംഭിക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് അദ്ദേഹത്തെ കൊല ചെയ്യപ്പെട്ട നിലയിൽ കാണുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് കളിക്കവളയിലെ പെട്രോൾ പമ്പാണ്. ഈ പെട്രോൾ പമ്പിന് സൈഡിലായിട്ട് ഒതുക്കിയിട്ട നിലയിലാണ് അദ്ദേഹത്തിൻ്റെ വാഹനം കണ്ടിരുന്നത്. വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് നടന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആഡംബര കാറിൽ അദ്ദേഹം സീറ്റ് ബെൽറ്റ് ധരിച്ച നിലയിലാണ് കഴുത്തറുത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 70% അദ്ദേഹത്തിൻ്റെ കഴുത്ത് അറ്റുപോവുകയായിരുന്നു. പുറകിൽ നിന്ന് ആരോ അദ്ദേഹത്തെ അപായപ്പെടുത്തി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ 10 ലക്ഷം രൂപ അദ്ദേഹം ഈ ക്രഷ് യൂണിറ്റിലെ സാധനങ്ങൾ വാങ്ങുന്നതിനും പ്രത്യേകിച്ച് JCBയുടെ സ്പെയർ പാർട്സ് വാങ്ങുന്നതിനും അദ്ദേഹം കരുതിയിരുന്നു. ആ പണവും വാഹനത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാഹനത്തിൽ പൂർണ്ണമായും ഈ രക്തക്കറകൾ കൊണ്ട് നിറഞ്ഞൊരു സാഹചര്യമുണ്ട്. കളിക്കവള പോലീസിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ കന്യാകുമാരി SP-യുടെ നേതൃത്വത്തിൽ വലിയൊരു സംഘം ഇന്നലെ രാത്രി ഈ പ്രദേശത്ത് വന്ന് പരിശോധന നടത്തിയിരുന്നു. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീട്ടിൽ നിന്നും അദ്ദേഹത്തിന് ചില ഭീഷണികൾ ഉണ്ടായിരുന്നു എന്നും വെളിവാക്കപ്പെടുന്നു. എന്നാൽ സൗമ്യനായ ശാന്ത സ്വഭാവക്കാരനായിരുന്നു ദീപു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മലയൻകീഴിന് സമീപത്ത് മണിയറവിളയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആശാരിപ്പള്ളം, അതായത് നാഗർകോവിലിലെ മെഡിക്കൽ കോളേജിലോട്ട് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. നമുക്ക് ലഭിച്ച അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവനക്കാരും ടൈംബി ന്യൂസിനോട് പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണങ്ങളിലേക്ക്. എൻ്റെ അനന്തരവളുടെ ഭർത്താവാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് വീട്ടിനോടടുത്ത് തന്നെ ഈ JCB നന്നാക്കുന്ന ഒരു മെഷീൻ ശരിയാക്കി കൊടുക്കുന്ന ഒരു വർക്ക്ഷോപ്പുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി പഴയ JCBകളൊക്കെ മേടിക്കുകയും വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് നന്നാക്കി വിൽക്കുകയും ചെയ്യുന്നതാണ് പ്രധാന ജോലി. അപ്പോൾ മലയൻകീഴിൽ നിന്ന് ഇന്നലെ ഒരു 6 മണിയോടുകൂടി ഈ തമിഴ്നാട് ഭാഗത്തേക്ക് ഒരു JCB ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മേടിക്കാൻ വേണ്ടി ബാഗിൽ 10 ലക്ഷം രൂപയോളം ആയിട്ട് കാറിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതുവഴി വരാൻ കാരണം ഈ ഭാഗത്ത് ഇദ്ദേഹത്തിന് സ്ഥിരമായി JCB ഓപ്പറേറ്റ് ചെയ്യുകയും സർവീസ് ചെയ്യുകയും ഓടിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ പരിചയമുണ്ട്. അപ്പോൾ അവർ തിരിച്ച് JCB ഓടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്നൊരാളും എടുത്തു പോകാനെന്നുള്ള രീതിയിലാണ് ഇതുവഴി അദ്ദേഹം വന്നത്. പക്ഷേ ഞങ്ങൾ പിന്നെ 10:30 സംഭവം നടക്കണമെങ്കിലും രാത്രി കളിക്കവള പോലീസ് വിളിച്ച് രാത്രി 11-1 മണിക്ക് പറഞ്ഞ് വിവരം അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഫുൾ പോലീസും നല്ല സപ്പോർട്ടീവായിരുന്നു. അവരെല്ലാ കാര്യങ്ങളും ത്രൂ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ടീംസായിട്ട് അന്വേഷണത്തിന് ഓടി നടക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ കണ്ടു. എന്താണ് ഇത് കാരണം? അദ്ദേഹത്തിന് എന്തെങ്കിലും വ്യക്തിപരമായി വൈരാഗ്യം ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഞങ്ങൾക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ ഈ ബിസിനസ് സംബന്ധമായിട്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് തമിഴ്നാട് ഭാഗത്ത് ഇഷ്ടംപോലെ വരാറുണ്ട്. ഒരുപാട് പൈസ മുതൽ മുടക്കിയുള്ള ബിസിനസ് ചെയ്യുന്ന ആളാണ്.
പിന്നെ ഇയാൾക്ക് അതുകൊണ്ട് തന്നെ മാനേജർ, സ്റ്റാഫ് അങ്ങനെ ഒരു വലിയ വൃന്ദമുണ്ട് കൂടെ. പക്ഷേ ഇതിലൊന്നും ഞങ്ങൾ റിലേറ്റീവ്സിനെ ഒന്നും അടുപ്പിക്കാറില്ല. എല്ലാം സ്റ്റാഫും അന്ന് മറ്റുള്ളവരാണ്, പുറത്തുള്ളവരാണ്. തൊഴിലാളികളായാലും സ്റ്റാഫായാലും മാനേജറെല്ലാം എല്ലാം പുറത്തുള്ളവരാണ്. അപ്പോൾ ഇപ്പോഴും സാധാരണ അങ്ങനെ അവരെയൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് പുള്ളി ഇത്തരം കാര്യങ്ങൾ JCB പോലുള്ള സാധനങ്ങൾ മേടിക്കുന്നതും കൊണ്ടുവരുന്നതും ബിസിനസ് ചെയ്യുന്നതും അല്ല. സാധാരണ പോലെ തന്നെ ഇത്തവണയും പോയതാണ്. അപ്പോൾ ഇന്നലെ ഇങ്ങനെ സംഭവം ഉണ്ടായി. ഞങ്ങൾ അപ്പോഴേ മുതലേ ഇതെന്തെങ്കിലും എന്താണെന്ന് വെച്ചാൽ ഇതിന് വേണ്ടി കാത്തിരിക്കുക. ഒരു ബന്ധവും ഞങ്ങളുടെ അറിവിലില്ല. മാർത്താണ്ഡത്ത് ഇദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൽപ്പെട്ട പലരും ഉള്ളതായിട്ട് അറിയാം. അല്ലെങ്കിൽ അവിടെ ആരൊക്കെയാണെന്നൊന്നും അറിയാൻ വയ്യ. ഈ JCB ഓപ്പറേറ്റ് ചെയ്യുന്ന തൊഴിലാളികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ തൊഴിലാളികളെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ആളുകൾ, അങ്ങനെ കോണ്ടാക്ട് ഉണ്ട്. നല്ല ബന്ധമുള്ളവരുണ്ട് ഇവിടെ. അവിടെ തിരിക്കുമ്പോൾ കൂടെ ആയിരുന്നു ഉള്ളതായിട്ട് ഇദ്ദേഹത്തിൻ്റെ എൻ്റെ ചേലക്കാരെ അവരും കണ്ടില്ല, ആരും കണ്ടില്ല. ആരൊക്കെ ഉണ്ടായിരുന്നെന്ന് അറിയാൻ വയ്യ. മാനേജറെ കൊണ്ട് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ എടുപ്പിച്ചിരുന്നു ഇന്ന ആവശ്യത്തിന്, JCB കാര്യത്തിന് അഡ്വാൻസ് കൊടുക്കാനോ മേടിക്കാനോ ആയിട്ട് മാനേജർ മുഖാന്തരം ബാങ്കിൽ നിന്ന് പൈസ വിത്ഡ്രോ ചെയ്തിരുന്നു. മാനേജർക്ക് അറിയാം 10 ലക്ഷം രൂപ ഉണ്ടെന്ന്. അങ്ങനെയാണ് നോക്കാം. വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കാണ് പോയത്. എന്നെയും വിളിച്ചിരുന്നു. അപ്പോൾ എനിക്ക് വീട്ടിൽ പിന്നെ വേറെ ആരുമില്ല. അങ്ങനെ പിന്നെ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെ പോയി. വണ്ടി എടുത്തപ്പോൾ തന്നെ സ്റ്റാർട്ടാവായിരുന്നു. പിന്നെ വരെ ഉരുട്ടി സ്റ്റാർട്ട് ചെയ്ത് എടുത്തിട്ട് അങ്ങനെ പോയതാണ്. പിന്നെ അറിയുന്ന വിവരം ഇതാണ്. എവിടെയാണ് പോയത്? പൊള്ളാച്ചി പോകുന്ന പറഞ്ഞ. പിന്നെ നെയ്യാറ്റിൻകരയെന്ന് ഒരാളിനെ കയറ്റും, ഒരു ആളുണ്ട്. പിന്നെ തക്കലയെന്ന് വിപിൻ എന്ന് പറഞ്ഞ. പക്ഷെ ഈ നെയ്യാറ്റിൻകരയുള്ള പുള്ളിയുടെ നമ്പരോ കാര്യങ്ങളോ ഒന്നും പിന്നെ ഈ വിപിന് ഉള്ളത് കൊണ്ട് എനിക്കത് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ചോദിച്ചനെ ഇതാരാണ്. വിപിനുള്ളതുകൊണ്ട് നമ്മൾ കൺഫേം ആയിട്ട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. വിപിന് തക്കലയുള്ള ആളാണ്. തക്കലയുള്ള ഇടപെടുന്ന ആളാണോ? അത് നമ്മളുമായിട്ട് നല്ല സൗഹൃദത്തില. ഞാൻ കർഷകരുടെ സൂപ്പർവൈസറാണ്. അതുകൊണ്ട് അങ്ങനെ അറിയാം. നേരം വരും. ഈ വിപിൻ എന്ത് മേഖലയിലുള്ള ആളാണ്? അത് ബെയറിങ് സെയിലുള്ള ആളാണ്. ഈ ലൈത്ത് ഉള്ളത് കൊണ്ടുള്ള ബന്ധമാണ്. ലൈത്തും ക്രഷറിലെ ബെയറിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അതിന്റെ എക്സ്പെർട്ട് ആണോ പുള്ളി? അതിന്റെ ആളാണ്. നെയ്യാറ്റിൻകരയിൽ നിന്ന് കയറുന്ന ഒരാള് നേരത്തെ അതിന്റെ കാര്യം അവനും പറഞ്ഞില്ല, യവൻ പറഞ്ഞു. അതായത് ദീപു എന്റെ അടുത്ത് പറഞ്ഞു. അവനും അതിന് മുമ്പേ എന്നെ കണ്ടു. ഞാൻ അവന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മളൊരു വണ്ടിയുടെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നെയ്യാറ്റിൻകര പോയിരുന്നു. അപ്പോൾ ഇൻഷുറൻസൊക്കെ എടുത്ത് തിരിച്ച് വന്നിട്ട് പിന്നെ എനിക്ക് പൈസ തന്നു. നമ്മൾ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു. മനസ്സിലാക്കാൻ സാധിക്കുന്നത് നെയ്യാറ്റിൻകരയിൽ നിന്ന് ഒരാൾ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ഇന്നലെ കയറി എന്നാണ് അദ്ദേഹത്തിൻ്റെ സൂപ്പർവൈസർ അനിൽകുമാർ നമ്മോട് വെളിപ്പെടുത്തുന്നത്. നെയ്യാറ്റിൻകരയിൽ നിന്ന് ഒരാൾ കയറിയിരുന്നു. കൂടാതെ തക്കല സ്വദേശിയായ വിപിൻ എന്ന് പറയുന്ന ആളിൻ്റെ കാര്യവും സൂപ്പർവൈസർ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യം ഈ ദീപുവിൻ്റെ വാഹനം കിടന്നിരുന്ന അല്ലെങ്കിൽ മരണം സംഭവിച്ച സ്ഥലത്തിൻ്റെ ദൃശ്യങ്ങളാണ്. ഈ തക്കല സ്വദേശിയായിട്ടുള്ള വിപിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. ഈ നെയ്യാറ്റിൻകരയിൽ നിന്ന് കയറി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം JCB ഡ്രൈവറാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. ദീപുവിൻ്റെ മരണം ഒരു കൊലപാതകമായി തന്നെയാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. വൻ പോലീസ് സന്നാഹമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കളിക്കവളയിലുണ്ടായിരുന്നത്. രാത്രി 10 മണിയോടെയാണ് സംഭവം പുറത്തറിയുന്നത്. ഈ കാറിലാണ് അദ്ദേഹം ഇന്നലെ യാത്ര ചെയ്യുന്നത്. മരണപ്പെടുന്നതും ഈ കാറിലാണ്. ഈ കാറിൻ്റെ ഇൻഡിക്കേറ്ററുകൾ പ്രവർത്തിക്കുകയും ഡിക്കി തുറന്നിരിക്കുകയും കണ്ട നാട്ടുകാരാണ് നൈറ്റ് പെട്രോളിങ്ങിലുള്ള പോലീസിനെ അറിയിച്ച് അവിടെ എത്തി പോലീസ് പരിശോധിക്കുന്നു. അപ്പോൾ കളിക്കവള പോലീസ് എത്തുമ്പോൾ അദ്ദേഹം മരിച്ചിരിക്കുന്ന കാര്യമാണ് കണ്ടത്. കൂടാതെ നമുക്ക് നിർണായകമായ ചില CCTV ദൃശ്യങ്ങൾ കൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്ക് കാണാം. നിർണായകമാണ്. ഈ സംഭവത്തിൽ വളരെ നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ സംഭവത്തിൽ ആരാണ് ഈ സംഭവം ചെയ്തത് എന്ന് നമുക്ക് വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. നമുക്ക് ഈ CCTV ദൃശ്യങ്ങൾ നമുക്ക് കാണാം. CCTV ദൃശ്യങ്ങളിൽ ഒരാൾ കാറിൽ നിന്ന് നമ്മൾ ഈ കാണുന്നതാണ്
ഈ ദീപുവിൻ്റെ കാറാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്ന റോഡിൻ്റെ അറ്റത്തായിട്ട് ഒതുക്കിയിട്ടിരിക്കുന്നു. ഇൻഡിക്കേറ്ററുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോകുന്നത് കാണാം. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ബാഗുണ്ട്. അത് പണം കവർന്ന്, അതായത് കൃത്യം നിർവഹിച്ചതിന് ശേഷം കടന്നു പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ നിർണായകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ടൈം ബി ന്യൂസിന് ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ ദീപു മരിച്ച അല്ലെങ്കിൽ ദീപുവിനെ അപായപ്പെടുത്തിയ സ്ഥലത്ത് ഉള്ള കാറും തുടർന്ന് ആ കാറിൽ നിന്ന് പുറത്തിറങ്ങിപ്പോകുന്ന ഒരു ആൾ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ബാഗുണ്ട്. കൃത്യമായിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. അതാ പോകുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ബാഗുണ്ട്. ചെറിയൊരു മുടന്തുള്ള ഒരാളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനെ കൃത്യമായിട്ടുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് ഒരു ആൾവാസമില്ലാത്തൊരു പ്രദേശമല്ല. പെട്രോൾ പമ്പിൻ്റെ തൊട്ടടുത്തായി 10 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ വളരെ ദുരൂഹത ഉണ്ട്. കാരണം ഇവിടെ നിന്നും വീണ്ടും വളരെയധികം യാത്ര ചെയ്താൽ മാത്രമേ നേരത്തെ ബന്ധുക്കൾ പറഞ്ഞ ഈ വിപിൻ്റെ സ്ഥലമായ തക്കലിൽ എത്താൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഈ കളിയിക്കാവിള എന്ന് പറയുന്നത് നമുക്ക് പാറശാലയിൽ നിന്ന് വളരെ തൊട്ടടുത്താണ്. അതായത് കേരള അതിർത്തിയാണ്. ഈ അതിർത്തിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ബന്ധുക്കളുടെ മൊഴി അനുസരിച്ചാണെങ്കിൽ നെയ്യാറ്റിൻകരയിൽ നിന്നും ഒരാൾ ദീപുവിനൊപ്പം യാത്ര ചെയ്തിരുന്നു. എന്തായാലും ദീപുവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ നെയ്യാറ്റിൻകരയിൽ നിന്നും ദീപുവിൻ്റെ വാഹനത്തിൽ കയറിയ ആളിനെയും അതുപോലെ തന്നെ തക്കല കേന്ദ്രീകരിച്ച് നിൽക്കുന്ന വിപിനെയും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. കൂടാതെ ചില ഗുണ്ടാ സംഘങ്ങളുടെ ഭീഷണി ഈ ദീപുവിനുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ബന്ധുക്കൾ. അങ്ങനെ വളരെ ദാരുണമായൊരു സംഭവമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. പാറശാല കളിയിക്കാവിളയിൽ നിന്നും അവിടെ വ്യവസായിയും ചെറുപ്പക്കാരനുമായ ദീപു എന്ന 46-കാരൻ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ വാക്കുകൾ ഒരിക്കൽ കൂടെ. എൻ്റെ അനന്തരവളുടെ ഭർത്താവാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് വീട്ടിനോടടുത്ത് തന്നെ ഈ JCB നന്നാക്കുന്ന ഒരു മെഷീൻ ശരിയാക്കി കൊടുക്കുന്ന ഒരു വർക്ക്ഷോപ്പുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി പഴയ JCBകളൊക്കെ മേടിക്കുകയും വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് നന്നാക്കി വിൽക്കുകയും ചെയ്യുന്നതാണ് പ്രധാന ജോലി. ഇപ്പോൾ മലയങ്കീടിൽ നിന്ന് ഇന്നലെ ഒരു 6 മണിയോടുകൂടി ഈ തമിഴ്നാട് ഭാഗത്തേക്ക് ഒരു JCB ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മേടിക്കാൻ വേണ്ടി ബാഗിൽ 10 ലക്ഷം രൂപയോളം ആയിട്ട് കാറിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതുവഴി വരാൻ കാരണം ഈ ഭാഗത്ത് ഇദ്ദേഹത്തിന് സ്ഥിരമായി JCB ഓപ്പറേറ്റ് ചെയ്യുകയും സർവീസ് ചെയ്യുകയും ഓടിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ പരിചയമുണ്ട്. അപ്പോൾ അവർ തിരിച്ച് JCB ഓടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്നൊരാൾ എടുത്തു പോകാനെന്നുള്ള രീതിയിലാണ് ഇതുവഴി അദ്ദേഹം വന്നത്. പക്ഷേ ഞങ്ങൾ പിന്നെ 10:30 സംഭവം നടക്കണമെങ്കിലും രാത്രി കളിയിക്കാവിള പോലീസ് വിളിച്ച് രാത്രി 11-1 മണിക്ക് പറഞ്ഞ് വിവരം അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഫുൾ പോലീസും നല്ല സപ്പോർട്ടീവായിരുന്നു. അവരെല്ലാ കാര്യങ്ങളും ത്രൂ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ടീംസായിട്ട് അന്വേഷണത്തിന് ഓടി നടക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ കണ്ടു. എന്താണ് ഇത് കാരണം? അദ്ദേഹത്തിന് എന്തെങ്കിലും വ്യക്തിപരമായ വൈരാഗ്യം ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഞങ്ങൾക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ ഈ ബിസിനസ് സംബന്ധമായിട്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് തമിഴ്നാട് ഭാഗത്ത് ഇഷ്ടംപോലെ വരാറുണ്ട്. ഒരുപാട് പൈസ മുതൽ മുടക്കിയുള്ള ബിസിനസ് ചെയ്യുന്ന ആളാണ്. പിന്നെ ഇയാൾക്ക് അതുകൊണ്ട് തന്നെ മാനേജർ, സ്റ്റാഫ് അങ്ങനെ ഒരു വലിയ വൃന്ദമുണ്ട് കൂടെ. പക്ഷേ ഇതിലൊന്നും ഞങ്ങൾ റിലേറ്റീവ്സിനെ ഒന്നും അടുപ്പിക്കാറില്ല. എല്ലാം സ്റ്റാഫും അന്ന് മറ്റുള്ളവരാ, പുറത്തുള്ളവരാ, തൊഴിലാളികളായാലും സ്റ്റാഫായാലും. ഇപ്പോൾ സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ ബന്ധുവായ സുനിലാണ് നമ്മോടൊപ്പം സംസാരിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ്, അദ്ദേഹത്തിൻ്റെ സൂപ്പർവൈസർ അനിൽകുമാർ നമ്മോടൊപ്പം സംസാരിച്ചിരുന്നു. എന്തായാലും ദാരുണമായൊരു സംഭവമാണ് കളിയിക്കവിളയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. മലയങ്കീഴ് സ്വദേശിയായ കരമന സ്വന്തം നാടാണ്. മലയങ്കീഴ് സ്വദേശിയായ 46-കാരൻ ദീപു കളിയിക്കവിളയിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നു. തലസ്ഥാനത്ത് തന്നെ ഇടക്കാലങ്ങളിൽ കേൾക്കാത്ത ദാരുണമായ ഒരു സംഭവമാണ് ടൈം ബി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പാലക്കാടിൽ ഹയർ സെക്കൻഡറി അധ്യാപികയാണ്. 2 മക്കളുണ്ട്. ഇന്നലെ വൈകിട്ട് 6 മണിക്കാണ് അദ്ദേഹം
തമിഴ്നാട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി, അതായത് ചില മെഷീനുകൾ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലേക്ക് വാങ്ങുന്നതിന് വേണ്ടിയും ഈ 1-ാം തീയതി അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ റീ ഓപ്പണിംഗ് വെച്ചിരുന്നതാണ്. വീണ്ടും പൂട്ടിക്കിടന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാപനം തുറക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരുക്കങ്ങളിലായിരുന്നു അദ്ദേഹം. 10 ലക്ഷം രൂപയാണ് അദ്ദേഹം ഇന്നലെ അദ്ദേഹത്തിൻ്റെ മാനേജർ വഴി ബാങ്കിൽ നിന്നും വിഡ്രോ ചെയ്തത്. ആ കാശുമായിട്ടാണ് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പോയത്. അനിൽകുമാർ, അതായത് അദ്ദേഹത്തിൻ്റെ സൂപ്പർവൈസർ അനിൽകുമാറിൻ്റെ മൊഴി അനുസരിച്ചാണെങ്കിൽ അദ്ദേഹം പൊള്ളാച്ചിയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ചിലർ കോയമ്പത്തൂരിലേക്കും ചെന്നൈയിലേക്കും പോകാൻ ഉദ്ദേശമുണ്ടായിരുന്നു എന്നും പറയുന്നു. എന്തായാലും ദാരുണമായൊരു സംഭവമാണ് പാറശാലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.